So hi friends, welcome back. അപ്പോൾ ഗോസ്പൽസ് റിലയബിൾ ഡോക്യുമെന്റ്സ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ റിസറക്ഷൻ. ലെറ്റ്സ് ബി വെരി ക്രിട്ടിക്കൽ. കുറച്ച് ചോദ്യങ്ങൾ ഉയർത്തി വളരെ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ അതിനെ കാണാൻ പോവാണ്. ഓക്കെ, ജീസസ് ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണെന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു വീഡിയോയിൽ. അതുകൊണ്ട് അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ റിസറക്ഷനെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ക്ലെയിംസ്. ഓക്കെ, ദ ഫസ്റ്റ് ക്ലെയിം, ജീസസ് ഡിഡ് നോട്ട് ഡൈ. യേശു മരിച്ചേയില്ല. അതായത് ഈ വാദം അനുസരിച്ച് യേശു മരിച്ചേയില്ല. വേറെ ആരോ ആണ് അവന്റെ സ്ഥാനത്ത് മരിച്ചത്. എന്നിട്ട് ജപ്പാനിലേക്കോ ഇന്ത്യയിലേക്കോ അവൻ ഓടിപ്പോയി. അല്ലെങ്കിൽ അവൻ കുരിശിന്റെ വെറും ബോധം കെട്ടിയെടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്ലറയുടെ തണുപ്പ് കൊണ്ട് റിക്കവർ ആയി എന്നാണ് ഇത് പറയുന്നത്. ഈ ക്ലെയിം സപ്പോർട്ട് ചെയ്യുന്ന കുറേ സോഴ്സുകളുണ്ട്. അതിൽ ഏറ്റവും അറിയപ്പെടുന്ന സോഴ്സാണ് ദ ഖുർആൻ. അതായത് ഓൾമോസ്റ്റ് 6th century AD കമ്പോസ് ചെയ്യപ്പെട്ട ഗ്രന്ഥം. എന്നാൽ ജീസസ് മരിച്ചു എന്ന് പറയുന്ന ചില സോഴ്സുകളുണ്ട്. അവൻ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് മരിച്ചു എന്ന് പറയുന്ന 4 ഗോസ്പൽസും എപ്പീസൽസും, അതായത് 1ാം നൂറ്റാണ്ടിൽ തന്നെ 45ഉം 95ഉം AD ഇടയിൽ എഴുതപ്പെട്ട 27 ക്രിസ്ത്യൻ സോഴ്സസും. ഇതൊക്കെ ക്രിസ്ത്യൻ സോഴ്സസ് ആണെങ്കിൽ കുറെ നോൺ ക്രിസ്ത്യൻ സോഴ്സസ് ഉണ്ട്. അതായത് പൈലറ്റ് അറ്റ് ദ സജഷൻ ഓഫ് പ്രിൻസിപ്പൽ മെൻ അമംഗ്സ്റ്റ് us had condemned him to the cross എന്ന് പറഞ്ഞ ഫ്ലാവിയസ് ജോസഫൂസും, ക്രിസ്റ്റൂസ് suffered the extreme penalty during the reign of Tiberius at the hands of one of our procurators Pontius Pilate എന്ന് പറഞ്ഞ താസിറ്റസും, what advantage did the Jews gain from the executing their wise king എന്ന് ചോദിച്ച മാറാ ബാർ സെറാഫിയോൻ എന്ന സിറിയക് സ്റ്റോയിക് ഫിലോസഫറും, from the moment that they, അതായത് Christians are converted and deny the gods of Greece and worship the crucified sage എന്ന the death of Peregrine എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ലൂസിയൻ ഓഫ് സെമസാട്ട പറഞ്ഞതും, ജീസസ് വാസ് ഹാങ്ഡ് ഓൺ പാസ്ഓവർ ഈവ് എന്ന് ചൂണ്ടിക്കാണിച്ച യഹൂദർ വിശ്വസിക്കുന്ന ബാബിലോണിയൻ താൽമുദ് വരെ യേശു മരിച്ചില്ല എന്ന ക്ലെയിമിനെതിരാണ്. അതുകൊണ്ടായിരിക്കണം ഗേർഡ് ലൂഡിമാൻ എന്ന ഒരു ഏത്തിയസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളർ, ശ്രദ്ധിക്കണം, ഏത്തിയസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളർ പറഞ്ഞത് ജീസസ് ഡെത്ത് ഈസ് അൺഡിസ്പ്യൂട്ടബിൾ. അതുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, യേശു മരിച്ചു എന്ന് 1st 2nd സെഞ്ചുറിയിൽ എഴുതപ്പെട്ട ഡോക്യുമെന്റ്സ് ആണോ, അതോ യേശു മരിച്ചില്ല എന്ന് പറയുന്ന 6th 7th 8th സെഞ്ചുറിയിൽ പറയുന്ന ഡോക്യുമെന്റ്സിലാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഓഫ് കോഴ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏർലിയസ്റ്റ് എക്സിസ്റ്റിംഗ് എവിഡൻസിലേക്കാണ്. ഏർലിയസ്റ്റ് എവിഡൻസസ് പറയുന്നത് യേശു മരിച്ചത് റോമാക്കാരുടെ കീഴിലാണ് വംശിക്കപ്പെട്ടിട്ട്. അതുകൊണ്ട് 1986 മാർച്ച് 21 എഴുതപ്പെട്ട അമേരിക്കൻ മെഡിക്കൽ ജേർണൽ വോളിയം 256 ഓൺ ദ ഫിസിക്കൽ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്, ഒരു ഫിസിഷ്യനും കൂടി ആയിരുന്ന ലൂക്കാസ് ലീഹ തന്റെ ഗോസ്പലിൽ, അതായത് ഗെത്സമനിയുടെ ഭാഗത്തിൽ പറയുന്നുണ്ട് അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു എന്ന്. ഹെമാറ്റിഡ്രോസിസ് അല്ലെങ്കിൽ ഹെമോഹിഡ്രോസിസ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇത് വരുന്നത് മേ ഓക്കർ ഇൻ ഹൈലി ഇമോഷണൽ സ്റ്റേറ്റ്സ് ഇൻ പേഴ്സൺസ് വിത്ത് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ജീസസിന് ഉണ്ടായിരുന്നെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇമോഷണൽ സ്റ്റേറ്റ് ആ സമയത്ത് ഹൈ ആയിരുന്നു എന്ന് ഗോസ്പിൾസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജീസസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് 6 വിചാരണകളാണ്. അതായത് 6 ട്രയൽസ്, 3 യഹൂദ ട്രയൽസും 3 റോമൻ ട്രയൽസും. 6 ട്രയൽസിലും ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങളിലൂടെ ജീസസ് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു എന്നാണ്. ചമ്മട്ടി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഈ ഗുഡ് ഫ്രൈഡേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യണ പോലത്തെ ലെതർ ബെൽറ്റുകളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല ഒന്നാന്തരം റോമൻ സ്കേർജ് ആണ്. അവരുടെ ഭാഷയിൽ ഫ്ലാഗറും അല്ലെങ്കിൽ ഫ്ലജല്ലിയും എന്ന് പറയാം. കുറ്റവാളിയുടെ ശരീരത്തിൽ നിന്ന് മാംസം വേഗത്തിൽ വലിച്ചെടുക്കാൻ രൂപകൽപ്പന ചെയ്തതാണത്. ഇത് 2-3 ലെതർ സ്ട്രിപ്പുകൾ കൊണ്ടും അതിനറ്റത്ത് കുറെ മെറ്റൽ പീസസ്, അത് സിങ്ക് ആയിരിക്കാം, ബ്രോൺസ് ആയിരിക്കാം, അയൺ ആയിരിക്കാം, ചിലപ്പോൾ എല്ലുകളുടെ കഷ്ണമായിരിക്കാം, വെച്ചിട്ടുള്ള സാധനമാണ്. ചിലപ്പോൾ ഈ മെറ്റൽ പീസുകളുടെ സ്ഥാനത്ത് സ്കോർപൈൻസ് അല്ലെങ്കിൽ തേളുകൾ എന്ന അപരനാമമുള്ള ഹുക്കുകൾ ഘടിപ്പിച്ചിരുന്നു. പിന്നെ യഹൂദർക്ക് ചാട്ടയടി 40 കവിയരുത് എന്നായിരുന്നു. പക്ഷെ റോമാക്കാർക്ക് ഇങ്ങനെ ക്രൈറ്റീരിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരം മുഴുവൻ ഉഴുതുമറിക്കാനും അവനെ അർദ്ധപ്രാണനാക്കി വിട്ടുകളയാനും ഉള്ള കെൽപ്പ് ഈ സ്കേർജിങ്ങിനുണ്ട്. അതുകൊണ്ടാണ് മെഡിക്കൽ ജേർണൽ പറയുന്നത് അയൺ ബോൾസ് വുഡ് കോസ് ഡീപ് കോൺട്രഷൻസ്, ലെതർ തോങ്സ് ആൻഡ് ഷീപ്പ് ബോൺസ് വുഡ് കട്ട് ഇൻ ടു ദ സ്കിൻ ആൻഡ് സബ്കട്ടേനിയസ് ടിഷ്യൂസ്, ലാസറേഷൻസ് വുഡ് ടയർ അണ്ടർലൈങ് skeletal muscles, produce skewering ribbons of bleeding flesh. Pain and blood loss set the stage for circulatory shock. The extent of blood loss may well have determined how long the victim would survive the cross. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും മുൾക്കിരീടവും അടിയും തുപ്പും. The severe scourging with its intense pain and appreciable blood loss left Jesus in a pre-shock state. Hematidrosis had rendered his skin particularly tender. The physical and mental abuse by Jews and Romans, lack of food, water and sleep, contributed to his generally weakened state. Therefore, even before the actual crucifixion, Jesus' physical condition was at least serious and possibly critical. അതുകൊണ്ടാണ് അവന്റെ കുരിശ് ചുമക്കാൻ ഷെമയോനെ ഏൽപ്പിച്ചത്. സ്കേർജിങ് കഴിഞ്ഞതിന് ശേഷം 34-57 കിലോ വരെ വെയിറ്റ് വരുന്ന കുരിശൻ ചുമന്നുകൊണ്ട് 1/2 കിലോമീറ്ററോളം നടന്നിട്ട് ഇവർ സൈറ്റ് ഓഫ് എക്സിക്യൂഷനിലേക്ക് എത്തും. എക്സ്ട്രീം ആൻഡ് അൾട്ടിമേറ്റ് പണിഷ്മെന്റ്സ് ഓഫ് സ്ലേവ്സ്, ക്രൂവലസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡിസ്കസ്റ്റിംഗ് എന്ന് സിസേറോ പറഞ്ഞ ദ മോസ്റ്റ് പിറ്റിയബിൾ ഓഫ് ഓൾ ഡെത്ത്സ് എന്ന ഫ്ലാവിയസ് ജോസഫൂസ് പറഞ്ഞിട്ടുള്ള ക്രൂസിഫിക്ഷന് വേണ്ടി ഇവിടെ വെച്ച് അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കും, പ്രോബബ്ലി റീ ഓപ്പണിംഗ് ഓഫ് ദ വൂൺസ്. എന്നിട്ട് 6-7 ഇഞ്ച് വരെ നീളം വരുന്ന ആണികൾ അവന്റെ കൈത്തണ്ടുകളിലേക്കും കാലുകളിലേക്കും അടിച്ചു കയറ്റും. എന്നിട്ട് കുരിശന്മേൽ വെർട്ടിക്കൽ പൊസിഷനിൽ നാട്ടിവെക്കും. ജേർണൽ പറയുന്നത് ഇങ്ങനെയാണ്: although a nail in either location in the wrist, the stimulated nerve would produce excruciating bolts of pain in both arms. വെർട്ടിക്കൽ പൊസിഷനിലായതുകൊണ്ടും ചെസ്റ്റ് ഏരിയ ഓൾറെഡി ഇൻഹലേഷൻ പൊസിഷനിലായതുകൊണ്ടും ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ശ്വാസം എടുക്കാനായിട്ട് മുകളിലേക്ക് പുഷ് ചെയ്യണമായിരുന്നു ഫുൾ ബോഡിയെ. അതായത് ശക്തി മുഴുവൻ ടാർസൽ മസിൽസിലേക്ക് വരും. ഷോൾഡർ മസിൽസിൽ ഉണ്ടാകുന്ന ക്രാംസും ആണിപ്പഴുതുകളിൽ ഉണ്ടാകുന്ന ദുസ്സഹമായ വേദനയും, സ്കേർജിങ്ങിന്റെ മുറിവുകൾ വീണ്ടും ആ റഫ് ക്രോസിലേക്ക് ഉരയുമ്പോൾ ഉണ്ടാകുന്ന ഉഗ്രമായ വേദന ഓരോ റെസ്പിറേറ്ററിയും അഗ്നൈസിംഗ് ആൻഡ് ടയറിംഗ് ആക്കും.
അവസാനം അത് ആസ്ഫിക്സിയ അല്ലെങ്കിൽ ശ്വാസം മുട്ടലിലേക്ക് നയിക്കും. ഈ ശ്വാസം മുട്ടി മരിക്കുന്ന പ്രോസസ്സിനെ ഒന്ന് സ്പീഡ് കൂട്ടാനായിട്ടാണ് ക്രൂസി ഫ്രാക്ചർ അല്ലെങ്കിൽ കാലുകൾ തകർക്കുന്ന പരിപാടി ചെയ്യുന്നത്. ഇതാണ് ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട 2 പേരോടും ചെയ്തത്. പക്ഷേ ജീസസ് ഓൾറെഡി മരിച്ചത് കാരണം അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഒരു പടയാളി വന്നിട്ട് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം രക്തം പിന്നെ വെള്ളം എന്ന് സൂചിപ്പിക്കുന്നത് അതിന്റെ പ്രോമിനൻസിനെയാണ്. വാട്ടർ പ്രോബബ്ലി റെപ്രസെന്റഡ് സീരസ് ഡ്യൂറൽ ആൻഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് ജേണൽ പറയുന്നത്. യേശുവിന്റെ മരണത്തെക്കുറിച്ച് ജേണൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ദി ആക്ച്വൽ കോസ് ഓഫ് ജീസസ് ഡെത്ത്, ലൈക്ക് ദാറ്റ് ഓഫ് അതർ ക്രൂസിഫൈഡ് വിക്ടിംസ്, may have been multifactorial and related primarily to hypovolemic shock, exhaustion, asphyxia and perhaps acute heart failure. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരേണ്ടത് റോമൻ സോൾജേഴ്സ് ഡോക്ടേഴ്സ് ആയിരുന്നു എന്നാണോ? അല്ല, പ്രൊഫഷണൽ കില്ലേഴ്സ് ആയിരുന്നു. അവർ പ്രൊഫഷണൽ കില്ലേഴ്സ് ആയതുകൊണ്ടും കുറ്റവാളി കുരിശ് വെച്ച് മരിച്ചില്ലെങ്കിൽ ഇവരുടെ തല പോകുന്നതുകൊണ്ടും ഇവരെന്തായാലും കുറ്റവാളിയെ കൊന്നിട്ടേ കുരിശിൽ നിന്ന് താഴേക്ക് ഇറക്കുള്ളൂ. ജീസസ് മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ വായിക്കാൻ പോകുന്നത് മെഡിക്കൽ ജേർണലിന്റെ കൺക്ലൂഷനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം. Thus, it remains unsettled whether Jesus died of cardiac rupture or of cardiorespiratory failure. However, the feature may be not how he died, but rather whether he died. The weight of historical and medical evidences indicates that Jesus was dead before the wound to his side was inflicted. I repeat, Jesus was dead before the wound to his side was inflicted. This supports the traditional view that the spear thrust between his right ribs probably perforated not only the right lung, but also the pericardium and the heart, ensuring his death. Accordingly, interpretations based on the assumptions that Jesus did not die on the cross appears to be at odds with modern medical knowledge. Thank you.